കരിമുകളിൻ്റെ ജനകീയ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ ആർ നന്ദകുമാർ 74 വയസ്സ് വിടവാങ്ങി. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി കരിമുകളിൻ്റെ ജനകീയനായ ഡോക്ടറായിരുന്നു അദ്ദേഹം. ക്യാൻസർ രോഗത്തെ തുടർന്നുള്ള ചികിത്സയിലാണ് മരണം സംഭവിച്ചത്. കാർബൺ മലിനീകരണ വിരുദ്ധ സമിതി ചെയർമാനായിരുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് എന്ന പോലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. 1982 കാലഘട്ടങ്ങളിൽ കരിമുകളിൽ സ്ഥാപിതമായ കാർബൺ കമ്പനിക്കെതിരെ പോരാട്ടം നയിച്ചാണ് ആതുര ശുശ്രൂഷ രംഗത്ത് നിറഞ്ഞു നിന്ന നന്ദകുമാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. തൻ്റെ അടുക്കൽ ചികിത്സ തേടിയെത്തുന്ന പ്രദേശവാസികളായ രോഗികൾ മിക്കവാറും ശ്വാസകോശ സംബന്ധമായും അലർജിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരായിരുന്നു അധികവും. ഈ സാഹചര്യത്തിലാണ് രൂക്ഷമായ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമായ കരിമുകൾ കാർബൺ കമ്പനിക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി ഡോക്ടർ നന്ദകുമാർ രംഗത്ത് ഇറങ്ങിയത്. പിന്നീട് ജനങ്ങളെ സംഘടിപ്പിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള സമരം സംഘടിപ്പിച്ചത് ചരിത്രം കുറിച്ചതാണ്. ഒടുവിൽ കാർബൺ മലിനീകരണ വിരുദ്ധ സമര സമിതി ചെയർമാനായ ഡോക്ടർ നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ 12 വർഷത്തെ നിരന്തരമായ സമരത്തെ തുടർന്ന് കാർബൺ കമ്പനിയിലെ മലിനീകരണത്തിന് കാരണമായ 2 പ്ലാന്റുകൾ അടച്ചുപൂട്ടി. തൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗം മലിനീകരണം സൃഷ്ടിക്കുന്ന കമ്പനികൾക്കെതിരെ പോരാടുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിനായി ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരവുമായ തെളിവുകൾ ശേഖരിച്ച് അഭിഭാഷകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ നിയമപോരാട്ടവും നടത്തി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങളിലും പരിസ്ഥിതി സമരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കൊക്കോക്കോളയ്ക്കെതിരെ നടത്തിയ പ്ലാച്ചിമട സമരം, കാസർഗോഡ് എൻഡോസൾഫാൻ സമരം, വിവിധ ഭൂസമരങ്ങൾ എന്നിവയിലെല്ലാം അദ്ദേഹം പതിവ് സാന്നിധ്യമായിരുന്നു. മെഡിക്കൽ ലോബിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം നടത്തിയിരുന്നു. തൻ്റെ രോഗികൾക്ക് അനാവശ്യമായ മരുന്നുകൾ നിർദ്ദേശിച്ചിരുന്നില്ല. തികഞ്ഞ വൈദ്യശാസ്ത്ര ബോധമുണ്ടായിരുന്നെങ്കിലും പണത്തിനായി നിർദ്ദേശിക്കുന്ന അനാവശ്യ മരുന്നുകളെയും ചികിത്സകളെയും അദ്ദേഹം എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ചില ഡോക്ടർ കൂട്ടായ്മകളും മെഡിക്കൽ ബോർഡുകളും അദ്ദേഹത്തിനെതിരെ നിലപാടുകൾ എടുത്തിരുന്നു. കരിമുകൾ, അമ്പലമുകൾ, പെരിങ്ങാല, പാടത്തിക്കര മേഖലയിലുള്ളവർ ശസ്ത്രക്രിയകൾക്കും വിദഗ്ധ ചികിത്സയ്ക്കും മുമ്പ് ഡോക്ടർ നന്ദകുമാറിൻ്റെ അഭിപ്രായം തേടിയിരിക്കുക പതിവായിരുന്നു. ദൂരദിക്കിൽ നിന്ന് വരെ ആളുകൾ അദ്ദേഹത്തെ സമീപിക്കാറുണ്ടായിരുന്നു. എണ്ണാവുന്നതിലുമപ്പുറം രോഗികൾക്കാണ് സൗജന്യമായി അദ്ദേഹം ചികിത്സ നൽകിയതും ആതുര ശുശ്രൂഷ രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നതും. അദ്ദേഹത്തിൻ്റെ സംസ്കാരം സ്വവസതിയിലെ മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം കളമശ്ശേരി പൊതുശ്മശാനത്തിൽ നടക്കുകയുണ്ടായി. ഭാര്യ ഉഷാറാണിയാണ്. മക്കൾ അശ്വതി, മേഘന എന്നിവരാണ്. മരുമക്കൾ വിനു, ഹർഷ എന്നിവരുമാണ്. വാരിയെടുക്കാൻ പറ്റുന്നത്രയും കരി ഇങ്ങനെ വീഴുമായിരുന്നു. അത് കഴിഞ്ഞ് മണം, ചീമുട്ടയുടെ മണം അങ്ങനെ വരുമായിരുന്നു. അത് ഹൈഡ്രജൻ സൾഫൈഡ് എന്നൊരു വാതകത്തിൻ്റെ ഇതാണ്. CBFS, കാർബൺ ബ്ലാക്ക് ഫീഡ് സ്റ്റോക്ക് ഓയിൽ എന്ന് പറയും. അത് എല്ലാ വേസ്റ്റും കൂടി ചേർന്നാണ് ഈ അവസാനം വരുന്നത്. അതാണ് ഇവരുടെ റോ മെറ്റീരിയൽ. അവിടുത്തെ വേസ്റ്റ്, അസാളസ് വേസ്റ്റ് അതിനി അവിടെ നിന്ന് മാറ്റുന്നതിന് കാശ് അവിടെ നിന്ന് കിട്ടണമെന്ന് സംശയമുണ്ട്.